ശബരിമലയിൽ നിന്ന് ഓരോ ദിവസവും കേൾക്കുന്നത് പുതിയ പുതിയ വാർത്തകൾ, വിവാദങ്ങളൊക്കെയാണ്. ഇപ്പോൾ കേട്ടൊരു വാർത്ത, ശബരിമലയിൽ അയ്യപ്പൻ്റെ മാലയിലുള്ള രുദ്രാക്ഷം കാണുന്നില്ലെന്നാണ്. അങ്ങനെ സംഭവിച്ചു? അങ്ങനെ ഒരു സംഭവമുണ്ട്. കാരണം ഇതിപ്പോൾ ശബരിമലയെ സംബന്ധിച്ച് ശബരിമലയിൽ എന്തുണ്ട്, ഭഗവാൻ അയ്യപ്പൻ്റെ വിഗ്രഹം അവിടെ ഇരിക്കുന്നത് പോലും ഒറിജിനലാണോ എന്ന് ഒരു ഭക്തൻ സംശയിക്കുന്ന തരത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഭഗവാന്റെ വാജിവാഹനം കാണാനില്ല, കൊടിമരത്തിൻ്റെ മുകളിലുള്ള വാജിവാഹനം ഇല്ല. കൊടിമരത്തിൻ്റെ അവിടെ ഉണ്ടായിരുന്ന സ്വർണ്ണത്തിൻ്റെ ആലിലകളുണ്ട്, അതുപോയി, മുഴുവനില്ല. അങ്ങനെ സകലതും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതുകൂടാതെ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പോൾ വരുന്നത്, ഭഗവാന് 2 മാലകളുണ്ട് രുദ്രാക്ഷത്തിൻ്റെ. ഒന്ന് ജപമാല, 2 മുദ്രമാല. ഈ 2ഉം ഭഗവാന്റെ സവിധത്തിൽ ഭഗവാന്റെ വിഗ്രഹത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ വേണം ഭഗവാൻ ധരിക്കുന്നതാണെന്ന് പറയാം. ഭഗവാൻ യോഗി ഭാവത്തിലാണ് ഇരിക്കുന്നത്, അതുകൊണ്ടാണ് ജപമാല വരുന്നത്. യോഗി ജപിക്കുമല്ലോ. രണ്ടാമത്തത് മുദ്രമാല. ഇത് 2ഉം രുദ്രാക്ഷമാണ്, സ്വർണം കിട്ടിയ രുദ്രാക്ഷമാണെന്നാണ് എൻ്റെ അറിവ്. അത് ആധികാരികമായി പറഞ്ഞ് ഞാനിത് കണ്ടിട്ടില്ല കേട്ടോ. നമ്മൾ ഭക്തന്മാരായ നമുക്ക് ഭഗവാന്റെ വിഗ്രഹത്തിലിരിക്കുന്ന ആഭരണങ്ങൾ, ഇത്തരം ജപമാലകൾ, ഇത്തരം കാര്യങ്ങളൊന്നും കാണാനുള്ള ഭാഗ്യമൊന്നും നമുക്കില്ല. അപ്പോൾ അതുകൂടാതെ ഭഗവാന്റെ ശ്രീകോവിലിനുള്ളിൽ 41 രുദ്രാക്ഷങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ട്. അത് ഈ പറയുന്ന പോലെ രുദ്രാക്ഷങ്ങൾക്ക് തന്നെ നമ്മൾ ഈ മാർക്കറ്റിൽ കാണുന്ന രുദ്രാക്ഷമൊന്നുമല്ല, യഥാർത്ഥത്തിലുള്ള പഞ്ചമുഖി എന്നൊക്കെ പറയുന്ന രുദ്രാക്ഷങ്ങൾക്കൊക്കെ വളരെ അമൂല്യമാണ്, അതിനൊക്കെ വലിയ വിലയുള്ളതുമാണ്, അമൂല്യമാണ്. അപ്പോൾ ഇതുപോലെയുള്ള 41 രുദ്രാക്ഷങ്ങൾ ഭഗവാന്റെ ശ്രീകോവിലിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 2023 ഏപ്രിൽ 13 ഈ രുദ്രാക്ഷമാലയും മുദ്രമാലയും ജപമാലയും പുറത്തെടുത്ത് നോക്കുമ്പോൾ മുദ്രമാലയിലെ 7 രുദ്രാക്ഷങ്ങൾക്ക് കേടുവന്നിട്ടുണ്ടായിരുന്നു. ജപമാലയിലെ 3 രുദ്രാക്ഷങ്ങൾക്കും കേടുവന്നിരുന്നു. അപ്പോൾ അത് ഈ അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിൻ്റെ ഒക്കെ നേതൃത്വത്തിൽ അത് ഭഗവാന്റെ യോഗദണ്ഡിന് 17 ചുറ്റ് സ്വർണ്ണപ്പാളി ചുറ്റിയിട്ടുണ്ട്. 17 ചുറ്റുള്ള സ്വർണ്ണം കൊണ്ടുള്ള ചുറ്റുള്ളതാണ് യോഗദണ്ഡ്. ഇതെല്ലാം യോഗദണ്ഡ് വരുന്നതും മുനിയായ യോഗീഭാവത്തിൽ ഇരിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ഇത് പുറത്തെടുത്ത് കേട് വന്ന 10, അതായത് 7ഉം 3ഉം 10, മുദ്രമാലയിലെ 7ഉം ഈ ജപമാലയിലെ 3ഉം രുദ്രാക്ഷങ്ങൾ മാറ്റാൻ തീരുമാനിച്ചു. എന്നിട്ട് ഈ ക്ഷേത്രത്തിനുള്ളിൽ, ശ്രീകോവിലിനുള്ളിൽ സൂക്ഷിച്ചിരിക്കുന്ന 41 രുദ്രാക്ഷങ്ങളിൽ 10 എടുത്ത് ഇത് വീണ്ടും സ്ഥാപിച്ചു. ശരി, അത്രയും ഓക്കെ. പക്ഷേ അതിനുശേഷം ഈ മാറ്റിയ 10 രുദ്രാക്ഷങ്ങൾ എന്ത് ചെയ്തു? അത് രുദ്രാക്ഷമല്ലേ, അതിപ്പോൾ എന്തായാലും അതിപ്പോൾ മാറ്റിയ കേടുവന്നതല്ലേ, അതിന് വലിയ കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കും. അങ്ങനെയല്ല സിനോ. കാരണം ഈ രുദ്രാക്ഷങ്ങൾ ഭഗവാന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നതാണ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ശബരിമലയിലെ വാതിൽ മാറ്റി. നമ്മൾ മുമ്പൊരു സംഭാഷണത്തിൽ പറഞ്ഞു, വാതിൽ മാറ്റി എന്ന് പറഞ്ഞാൽ രാപ്പകൽ നട അടയ്ക്കുന്ന സമയത്തൊക്കെ ഭഗവാനെ തന്നെ നോക്കിക്കൊണ്ടിരുന്ന വാതിൽപ്പാളികളാണ്. അവിടുത്തെ വേദമന്ത്രോച്ചാരണങ്ങൾ മുഴുവൻ കേട്ടിരുന്ന ഭഗവാന്റെ ഗന്ധവും സ്പർശവും സാന്നിധ്യവും ഒക്കെ നിരന്തരം അനുഭവിച്ച വാതിൽപ്പാളികളാണ്. ആ വാതിൽപ്പാളികൾക്ക് അതുകൊണ്ട് വെറും കതകിൻ്റെ പാളികൾ, മരപ്പലകൾ അല്ലാതായി മാറിയിട്ടുണ്ട്. അമരത്വം വന്നിട്ടുണ്ട്, ദിവ്യത്വം വന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ വാതിൽപ്പാളി ഒന്ന് തൊട്ടുതൊടാൻ, നമ്മൾ ശബരിമലയിലെ വാതിൽപ്പാളിയാണെന്ന് നിങ്ങളൊരു വാഹനത്തിൽ ഈ നമ്മുടെ നാട്ടിലൂടെ ഒന്ന് കൊണ്ടുപോയി ആയിരക്കണക്കിന് ഭക്തർ വരും, അതിലൊന്ന് തൊട്ടുതൊടാൻ. അതെ അതെ. കാരണം ഭഗവാനെ കാത്തു വെച്ചിരുന്ന, പൊതിഞ്ഞു വെച്ചിരുന്ന, ഭഗവാന്റെ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞ മരക്കഷ്ണങ്ങൾ അല്ലേ. അത് മുൻജന്മത്തിൽ എന്തോ ദിവ്യത്വം നേടിയ ഒരു മരത്തിൻ്റെ പാളികളായതുകൊണ്ടാണ് ഭഗവാനെ പൊതിഞ്ഞു നിൽക്കാൻ ഇക്കാലം അത്രയും ആ മരപ്പാളികൾക്ക് കഴിഞ്ഞത്. അങ്ങനെ അമരത്വം കിട്ടിയ ദേവ ചൈതന്യം തുളുമ്പി നിൽക്കുന്ന ആ വാതിൽപ്പാളികൾ അമൂല്യമാണ്. അതുകൊണ്ടാണ് അത് മാറ്റിവെച്ചപ്പോൾ പഴയ പാളി എവിടെ പോയി എന്നുള്ള ചോദ്യം വരുന്നത്. ഇതുവരെ ഉത്തരം വന്നിട്ടില്ല. പഴയ പാളി സ്ട്രോങ് റൂമിൽ ഉണ്ടാവുമെന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ ജസ്റ്റിസ് കെ ടി ശങ്കരൻ്റെ നേതൃത്വത്തിൽ വളരെ തീവ്രമായ പരിശോധന ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക. ആറന്മുളയിലെ സ്ട്രോങ് റൂമിലും സന്നിധാനത്തും ഒക്കെ പരിശോധന നടക്കുകയാണ്. അപ്പോൾ നോക്കൂ, ആ വാതിൽപ്പാളി കിട്ടിയാൽ മോഹവില കൊടുത്ത് മേടിക്കാനുണ്ടാവും. സ്വന്തം ഭവനത്തിൽ കൊണ്ടുവന്ന് പൂജാമുറിയിൽ പരിശുദ്ധമായി വെക്കും. ഹിന്ദുമത വിശ്വാസം ഉള്ള ആൾ, അയ്യപ്പനെ വിശ്വാസമുള്ള ആൾ, അവർക്കറിയില്ല ഇത് കളവാണോ കട്ടുകൊണ്ട് വരുന്നതാണോ. അവരോട് പറയുകയാണ്, ശബരിമലയിലെ വാതിൽപ്പാളി മാറ്റിയപ്പോൾ അത് ഞങ്ങൾക്ക് കിട്ടി, നിങ്ങൾക്ക് തന്നേക്കാം, ഒരു കോടി രൂപ തന്നേക്കൂ എന്ന് പറഞ്ഞാൽ അത് കൊടുത്തു വാങ്ങാൻ തയ്യാറുള്ള മനസ്സുള്ള ആളുകളുണ്ട്. കാരണം നമ്മളിപ്പോൾ കേൾക്കുന്നില്ലേ, ഈ ഭഗവാന്റെ നമ്മൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണല്ലോ ഇതെല്ലാം ചെയ്തതെന്ന് പറയുന്നത്. അതെ, ഇപ്പോൾ വന്നിട്ടുണ്ട് ശരിക്കുള്ള ആളുടെ പേര്. ഉണ്ണികൃഷ്ണൻ പോറ്റിയൊക്കെ ഈ സ്വർണം കൊടുത്തത് റൊഡാം ജുവൽസ്, ബല്ലാരിയിലെ റൊഡാം ജുവൽസിൻ്റെ ഉടമസ്ഥൻ ഗോവർദ്ധനാണ് കൊടുത്തത്. ഗോവർദ്ധൻ്റെ പേര് ഇതുവരെ വന്നില്ല. ഗോവർദ്ധൻ ആകെ 512 ഗ്രാം സ്വർണം ആദ്യഘട്ടത്തിൽ കൊടുത്തിരുന്നു. അതുകൂടാതെ ഈ സ്വർണ്ണമൊക്കെ പുള്ളി സ്പോൺസർഷിപ്പ് വഴി മേടിച്ചിട്ട്
ഗോവർദ്ധൻ്റെ നിന്ന് വാങ്ങിച്ചിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി സ്പോൺസറായി. അതുകൂടാതെ ജാലഹള്ളിയിലെ അജികുമാറിൻ്റെ പക്കൽ നിന്ന് 35 ലക്ഷം രൂപ വേറെ വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ വിശ്വാസികളുടെ അടുത്ത് ചെന്ന് പറയുകയാണ്, അയ്യപ്പന് ഒരു വാതിലുണ്ടാക്കണം, അയ്യപ്പൻ ഒരു ദ്വാരപാലകർ ഉണ്ടാക്കണം, അങ്ങയുടെ വഴിപാടായിട്ട് കൂട്ടിയാൽ മതി, അത് എത്ര വരും? ഒരു 35 ലക്ഷം രൂപ വരും, തരാമല്ലോ എന്ന് പറഞ്ഞ് കൊടുക്കും. എന്നിട്ട് ഇവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ കൊണ്ടുപോകുന്ന വഴിക്ക് ഈ ദ്വാരപാലകരുടെ രൂപം ഇവരുടെ വീട്ടിൽ നിന്ന് ഇറക്കി പൂജിക്കുകയും ചെയ്യും. അപ്പോൾ സന്തോഷമായി, ഭക്തൻ അത്രയും മതി. കാരണം ഇതാണല്ലോ ഇനി അങ്ങോട്ട് കൊണ്ടുപോകും. അതാണല്ലോ എൻ്റെ വീട്ടിൽ വന്നതാണല്ലോ എൻ്റെ ജീവിതം സഫലമായി ധന്യമായി എന്ന് കരുതുന്ന പാവപ്പെട്ട ഭക്തർ, അവരെന്തും കൊടുക്കും. അയ്യപ്പൻ എന്ന് പറഞ്ഞാൽ ഈ വിശ്വാസികൾക്ക് അതുപോലെ എന്താ പ്രാണൻ പോലെയാണ്. പ്രാണൻ പോലെ അയ്യപ്പനെ വിശ്വസിക്കുന്ന ആളുകൾ കൊടുക്കും. അപ്പോൾ എത്ര വലിയ കള്ളത്തരമാണ്. ഗോവർദ്ധൻ്റെ നിന്ന് സ്വർണം വാങ്ങിച്ചിട്ട് ഇവൻ സ്പോൺസറായി. അതുകൂടാതെ 35 ലക്ഷം രൂപ ഈ ജാലഹള്ളിയിലെ അജികുമാറിൻ്റെ ഇത് വാങ്ങിച്ചു. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഈ സാധനമൊക്കെ വീട്ടിൽ കൊണ്ടുപോയി പൂജിക്കുക വെച്ചു, ഇവരുടെയൊക്കെ വീട്ടിൽ കൊണ്ടുപോയി പൂജിച്ചു. അപ്പോൾ ഞാൻ പറയുന്നത്, അപ്പം അതുപോലെയാണ് ഈ പറഞ്ഞ ഈ മാലകളിലെ മുദ്രമാലയിലെയും ജപമാലയിലെയും 10 വിശുദ്ധമായ പവിത്രമായ അമൂല്യമായ രുദ്രാക്ഷങ്ങൾ. ഈ രുദ്രാക്ഷങ്ങൾ അവിടെ പോയി. ദേവസ്വം അത് കണക്കെഴുതി മകസർ എഴുതി ഇത് സൂക്ഷിച്ചു വെക്കട്ടെ. കാരണം രുദ്രാക്ഷമല്ലേ, ഒരു മരത്തിൻ്റെ കായല്ലേ എന്നൊക്കെ പറയുന്നിടത്തല്ല വ്യത്യാസം, അത് എവിടെ ഇരുന്നതാണ് എന്നുള്ളതാണ്. അപ്പം ഞാനിപ്പോൾ ഒരാളോട് സംസാരിച്ചപ്പോൾ ഒരാൾ പറഞ്ഞു, അത്യാവശ്യം സാമ്പത്തിക ശേഷിയുള്ള ഒരാളോട് ഞാൻ സംസാരിച്ചു, ഭഗവാന്റെ രുദ്രാക്ഷം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് കിട്ടിയാൽ ഞാൻ മേടിക്കും. ഞാൻ പറഞ്ഞു, എത്ര രൂപ കൊടുക്കും? 10 ലക്ഷം രൂപ കൊടുത്താലും ഞാൻ മേടിക്കുന്നു. ഒരു രുദ്രാക്ഷം എന്നോട് വേണ്ടി അത് കിട്ടിയാൽ വാങ്ങാൻ ശേഷിയുള്ള ഒരാൾ എന്നോട് പറയുകയാണ്, അത് എനിക്ക് കിട്ടിയാൽ 10 ലക്ഷം രൂപ കൊടുക്കേണ്ടി വന്നാലും ഞാൻ കൊടുക്കുമെന്ന് വെറുതെ വീൺവാക്ക് പറഞ്ഞല്ല. അതിനുള്ള സാമ്പത്തിക ശേഷിയുള്ള ഒരാളുമായി ഞാൻ സംസാരിച്ചപ്പോൾ എൻ്റെ ഒരു സുഹൃത്താണ്, അദ്ദേഹം പറയുക, ആ ഒരു രുദ്രാക്ഷം കിട്ടിയാൽ ഒരു 10 ലക്ഷം കൊടുത്ത് ഞാൻ മേടിച്ച് പൂജാവരി വെക്കും. അപ്പോൾ 10 മാറ്റി. അതുപോലെ 10 ലക്ഷം കൊടുത്തും വാങ്ങാൻ തയ്യാറുള്ള എത്ര പേർ കേരളത്തിലുണ്ടാവും? സ്വാഭാവികമായിട്ടും. അപ്പോൾ ഈ 10 രുദ്രാക്ഷോടെ പോയി. ഇതിപ്പോൾ ജസ്റ്റിസ് കെ.ടി. ശങ്കരൻ്റെ അന്വേഷണ റിപ്പോർട്ട് വരണം, കണ്ടെത്തിയിട്ട്. എനിക്ക് തോന്നുന്നില്ല ആ 10 രുദ്രാക്ഷമാണ്. നമ്മളിപ്പോൾ ആലോചിക്കുമ്പോൾ ഈ ശബരിമലയെക്കുറിച്ച് മാത്രമല്ല, കേരളത്തിലെ മുഴുവൻ ക്ഷേത്രങ്ങളിലെ സ്ഥിതി ഇതാണ്. എല്ലാ ക്ഷേത്രങ്ങളിലും ഭഗവാന്റെ സ്വത്തുക്കൾ, ഇപ്പോൾ ശബരിമലയെക്കുറിച്ച് ഹൈക്കോടതി തന്നെ പറഞ്ഞില്ലേ, കിട്ടുന്ന ഒന്നും രേഖപ്പെടുത്തുന്നില്ല, ചാക്കി കെട്ടിയ സ്വർണ്ണമൊക്കെ സൂക്ഷിക്കുന്നത്. എല്ലാ ക്ഷേത്രങ്ങളുടെയും സ്ഥിതി, ആളുകൾ പണമായിട്ടും ഒക്കെ കൊടുക്കാൻ. എന്നോട് ഒരാൾ പറഞ്ഞു, ശബരിമലയിൽ ഈ ഭണ്ഡാരത്തിൽ നാണയം ഇടുമ്പോൾ അത് നേരെ വന്നിട്ട് താഴെ ഒരു മുറിയിലാണ് വരുന്നത്. അവിടെ വെച്ച് സോർട്ട് ചെയ്തിട്ട് ചാക്കുകളിൽ കൊണ്ടുപോകും. ഒരു ബാങ്കിൻ്റെ ഉദ്യോഗസ്ഥരും ഉണ്ടാവും, ദേവസ്വം ഉദ്യോഗസ്ഥരും ഉണ്ടാവും. അവിടെ വെച്ചിട്ട് ഈ സാധനം മാറ്റും, പപ്പാതിയായിട്ട് മാറ്റും. ബാങ്കിൽ പകുതി, ബാക്കി ട്രാക്ടറിൽ കയറ്റി കൊണ്ടുപോകും, ഷെയർ ചെയ്യും. ഒരു ദിവസം നാണയങ്ങളായിട്ട് 1 കോടി രൂപ വരെ ഇങ്ങനെ മാറ്റിയ ദിവസങ്ങളുണ്ട് ശബരിമലയിൽ മാത്രം. ഇത് മന്ത്രിക്കറിയില്ല, ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് അറിയില്ല, ദേവസ്വം ബോർഡ് മെമ്പർമാർക്ക് അറിയില്ല എന്ന് പറഞ്ഞാൽ പൊട്ടന്മാരൊന്നുമല്ല നമ്മൾ. കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ മുഴുവൻ തട്ടിപ്പാണ്. ഞാൻ ഓർക്കുന്നുണ്ട്, കുറേ വർഷങ്ങൾക്ക് മുമ്പ്, 10-20 വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ വൈക്കം മഹാദേവ ക്ഷേത്രത്തിലെ നവരത്ന ഓഢ്യാണത്തിൻ്റെ ഒരു കേസ് വന്നു. ആ നവരത്ന ഓഢ്യാണം അവിടുന്ന് മാറ്റി, അത് പൊടിഞ്ഞു പോകുന്നു എന്നൊക്കെയാണ് പറഞ്ഞത്. അന്ന് ഞാൻ കേരളോദി പത്രത്തിലാണ്. അന്ന് നിരന്തരം അതേക്കുറിച്ച് വാർത്തകൾ എഴുതി അവസാനം ദേവസ്വം ബോർഡിന് പൊറുതിമുട്ടി ഈ സാധനം തിരിച്ചു വെക്കേണ്ടി വന്നു. അല്ലെങ്കിൽ അതും പോയനെ അറിയില്ല, പോകുമായിരിക്കും. ഇപ്പോൾ ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിൽ കണ്ടില്ലേ, ക്ഷേത്രത്തിൽ തീപിടുത്തമുണ്ടായിട്ട് റിപ്പോർട്ട് ചെയ്യാൻ എനിക്ക് ഈ മുരാരി ബാബു മറ്റോ ആയിരുന്നപ്പോഴാണെന്ന് തോന്നുന്നു, റിപ്പോർട്ട് ചെയ്തില്ല. അവിടുത്തെ ഈ ക്ഷേത്രത്തിൻ്റെ ഈ ഭഗവാന്റെ പിന്നിലിരിക്കുന്ന പ്രഭ സ്വർണത്തിൻ്റെ ഈ സാധനം ഒടിഞ്ഞുപോയി. അത് വേറെ സാധനം നന്നാക്കി കൊടുത്ത് ആരെ അറിയിക്കാതെ ദേവസ്വം ബോർഡ് റിപ്പോർട്ട് ചെയ്ത് അവിടെ തന്നെ വെൽഡ് ചെയ്ത് വെച്ചു, വിളക്ക് ചേർത്ത് വെച്ചു. ഇങ്ങനെ ഭഗവാന്മാരുടെ ക്ഷേത്രങ്ങളുടെ സ്വത്തുക്കൾ മുഴുവൻ കൈകാര്യം ചെയ്യുന്നതിൽ വലിയ കൊള്ള നടക്കുകയാണ് കേരളത്തിലെമ്പാടും. ഇപ്പോൾ ഞാനിപ്പോൾ പറയുന്നത്, ഈ ഭഗവാൻ ഇപ്പോൾ അയ്യപ്പൻ്റെ വിഗ്രഹം തകർത്തില്ലേ 1950 തകർത്തത് കേരളത്തിലെ ക്രൈസ്തവ സമുദായത്തിൽപ്പെട്ട എസ്റ്റേറ്റ് ഉടമകളാണ്. ആ കുടുംബമൊക്കെ നശിച്ച് വെണ്ണീറായിപ്പോയി. അത് സംബന്ധിച്ച് അന്വേഷണം നടത്തിയിട്ടുണ്ട്. അന്വേഷണ റിപ്പോർട്ട് പരസ്യമാക്കാമെന്ന് പറഞ്ഞിട്ടാണ് കേരളത്തിൽ ഇടതുപക്ഷം അധികാരത്തിൽ വന്നത്. അതിനുശേഷം ഇടതുപക്ഷവും വലതുപക്ഷവും മാറി വന്നിട്ടും ഒന്നും ചെയ്തിട്ടില്ല. ഭഗവാന്റെ ശിരസ് വെട്ടിക്കളഞ്ഞു, കാല് വെട്ടിക്കളഞ്ഞു, കൈവിരലുകൾ 10 മുറിച്ച് മാറ്റി ആ വിഗ്രഹത്തിൻ്റെ. എന്നിട്ട് നമ്മളൊന്ന് ആലോചിക്കണം, ഇന്ന് 50-ലാണ്, ഇന്നിപ്പോൾ 2025 അപ്പോൾ എത്രയാ? 75 വർഷം. 75 വർഷം മുമ്പ് കേരളത്തിൽ ഹിന്ദുക്കൾ മഹാഭൂരിപക്ഷം ഉണ്ടായിരുന്ന കാലത്ത് ഭഗവാന്റെ വിഗ്രഹം തച്ചുടച്ച് ആ പവിത്ര സന്നിധിക്ക് തീ വെച്ചിട്ട്
അതിലെ പ്രതികൾക്കെതിരെ ഒരു പെറ്റി കേസ് പോലും കേരളത്തിൽ എടുത്തിട്ടില്ല. ഇതാണ് ഈ കാട്ടുകള്ളന്മാർക്ക് ധൈര്യം നൽകുന്നത്. ഇപ്പം ഞങ്ങളൊരു വാതിൽ അല്ലെങ്കിൽ ദ്വാരപാലകരെ അല്ലെങ്കിൽ ഒരു രുദ്രാക്ഷം അല്ലെങ്കിൽ വാജിവാഹനം അല്ലെങ്കിൽ ഒരു മാല അല്ലെങ്കിൽ കുറേ പൈസ ഇത്രയല്ലേ മോഷ്ടിച്ചുള്ളൂ. അത് ഭഗവാനും അമ്പലവും ഉള്ളത് കൊണ്ടല്ലേ. അതിന് തീ വെച്ച് വിഗ്രഹം നശിപ്പിച്ചവരെ ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഞങ്ങളെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല എന്നുള്ള ഒരു തോന്നൽ ഇവിടെയുണ്ട്. കാരണം ഈ ദേവസ്വം ബോർഡിലെ മഹാഭൂരിപക്ഷം ജീവനക്കാർക്കും ഈശ്വരനിൽ വിശ്വാസമില്ല. അവരൊക്കെ പാർട്ടി അടിമകളാണ്. ദേവസ്വം ബോർഡ് ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ കാലാകാലങ്ങളിൽ അവരുടെ സഖാക്കളെ പിണിയാണുകളെ വെച്ചതുകൊണ്ട് മാത്രമാണ് ഈ ദേവസ്വം ബോർഡ് അവിശ്വാസികളുടെ കമ്മ്യൂണിസ്റ്റുകാരുടെ കയ്യിലിരിക്കുകയാണ്. ഭരണം മുതൽ ജീവനക്കാർ വരെ ഒരുത്തരും വിശ്വാസമില്ല. ഭഗവാനെ പേടിയില്ല. ഇവരൊക്കെ ഡയലക്റ്റിക്കൽ മെറ്റീരിയൽസിൽ വിശ്വസിക്കുകയാണ്. നമുക്കൊക്കെ ഭഗവാന്റെ ഒരു 10 പൈസ താഴെ കിടന്നാൽ എടുത്ത് കീശയിലിടാൻ നമ്മൾ അപ്പം കാണിക്കാൻ വേണ്ടിയിട്ടിടും. ഇവരെന്ത് ചെയ്യുന്നറിയോ? അപ്പം കീശയിട്ടിടും. കാരണം അവർ വിശ്വസിക്കുന്ന ദൈവമില്ല, ദൈവം വിചാരിച്ചാൽ എന്നെ ഒരു പിണ്ണാക്കം ചെയ്യാനില്ല എന്ന് കരുതുന്നവരാണ്. അങ്ങനെയുള്ള ആളുകളുടെ കയ്യിലേക്ക് ക്ഷേത്രം ഇരിക്കുന്ന കാലത്തോളം ക്ഷേത്രങ്ങളിങ്ങനെ നശിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ക്ഷേത്രങ്ങൾ നശിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയുമായിരിക്കും. പക്ഷേ ഭഗവാന്റെ ചൈതന്യമുണ്ടല്ലോ, ആ ചൈതന്യം തിരിച്ചടിക്കും. അതിൽ നിന്ന് തലമുറകൾ അതിൽ നിന്ന് രക്ഷപ്പെടത്തില്ല. അത് നമ്മുടെ മുന്നിൽ കണ്ടിട്ടുള്ള എനിക്ക് നേരിട്ടറിയാവുന്ന അനുഭവങ്ങളുണ്ട്. ദേവസ്വം ബോർഡ് മെമ്പറായിരുന്ന ഒരാളുടെ ദുരവസ്ഥ എനിക്ക് നേരിട്ടറിയാം. ഞാനതേക്കുറിച്ച് പറയുന്നില്ല, അദ്ദേഹം ഇല്ല ഇപ്പോൾ. അതുകൊണ്ട് ഏതായാലും ഈ ശബരിമലയിൽ നടക്കുന്ന തട്ടിപ്പ് എന്ന് അവസാനിക്കുമെന്ന് ചോദിച്ചാൽ ശബരിമലയിലല്ല, കേരളത്തിൽ ദേവസ്വം ബോർഡ് ഭരിക്കുന്ന എല്ലാ ക്ഷേത്രങ്ങളിലും നടക്കുകയാണ്. ഇനി ദേവസ്വത്തിൻ്റെ സ്വത്തുക്കളുടെ അവസ്ഥ എന്താ? ദേവസ്വത്തിൻ്റെ ഭൂമി എത്ര ഏക്കർ ഭൂമി ഓരോ ദേവസ്ഥത്തിനും ഉണ്ടായിരുന്നു. അതെല്ലാം അന്യാധീനപ്പെട്ടു പോയില്ലേ? 30,000 ഏക്കറോളം ഭൂമി പോയി. എവിടെ പോയി? അവിടെയൊക്കെ ആളുകൾ ഹിന്ദുക്കളും ഹിന്ദുക്കളല്ലാത്തവരും ഒക്കെ കയ്യേറി ഷോപ്പിംഗ് കോംപ്ലക്സുകളും മാളുകളും ഒക്കെ വീടുമൊക്കെ ഉണ്ടാക്കി താമസിക്കുകയാണ്. ക്ഷേത്രത്തിനെടുക്കുന്നത് പിന്നെ തിരിച്ചു കൊടുക്കില്ല. സർക്കാർ ഇങ്ങനെ ദേവസ്വങ്ങളെ ഭരിച്ച് നടക്കുക. നമ്മുടെ ഭരണഘടന പ്രകാരം ദേവതകൾ, അതായത് ഓരോ ക്ഷേത്രത്തിലെയും മൂർത്തി മൈനർമാരാണ്. മൈനർ സ്റ്റാറ്റസ് ഉണ്ട്. നമ്മുടെ ഈ ജീവിച്ചിരിക്കുന്ന ആളുകളല്ലാത്ത 2 പേർക്ക് പൗരത്വം ഉണ്ട്. ഒന്ന് കമ്പനികൾക്ക് സിറ്റിസൺഷിപ്പ് ഉണ്ട്. പൗരന്മാർക്കുള്ള അവകാശങ്ങൾ കമ്പനികൾക്കുണ്ട്. മറ്റൊന്ന് നമ്മുടെ ഈശ്വരന്മാർക്കാണ്. അവരെ മൈനർമാരായിട്ട് കണക്കാക്കുന്ന മൈനർമാരായിരിക്കും കുട്ടികൾ. അപ്പോൾ അവരുടെ സ്വത്തുവകകൾ കൈകാര്യം ചെയ്യാനുള്ള അധികാരം ട്രസ്റ്റികളോ അല്ലെങ്കിൽ വാർഡനാണ് ദേവസ്വം ബോർഡ് എന്നൊക്കെ പറയുന്നത്. ഈ അയ്യപ്പൻ്റെ ഡാഡിയാണെന്ന് പറഞ്ഞ ഒരാളുണ്ടല്ലോ, തന്ത്രി എന്ന് പറയുന്നത് അയ്യപ്പൻ്റെ ഡാഡിയാണ് എന്നാണ് അവകാശപ്പെടുന്നത്. ഇവർക്കെന്തും ഇവരുടെയൊക്കെ കഥകൾ പറഞ്ഞാൽ നമുക്ക് ലജ്ജ തോന്നും. ഇവരൊക്കെ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ക്ഷേത്രത്തെ സംരക്ഷിക്കുക, ഇവരുടെയൊക്കെ താല്പര്യങ്ങൾ. ക്ഷേത്രത്തെ ദേവസ്വം ബോർഡ് മുതൽ സർക്കാർ ഉൾപ്പെടെ എല്ലാവരും കൊള്ളയടിച്ചുകൊണ്ടിരിക്കുക. ഇതിനൊക്കെ ശാശ്വത പരിഹാരം എന്ന് പറയുന്നത് ദേവസ്വങ്ങളുടെ ഭരണം വിശ്വാസികൾക്ക് കൈമാറേണ്ടിയിരിക്കുന്നു. എങ്കിൽ മാത്രമേ ഈ കൊള്ള അവസാനിക്കാൻ പോകുന്നുള്ളൂ. കേരളത്തിലെ മുഴുവൻ ക്ഷേത്രങ്ങളിലും നടക്കുന്നുണ്ട്. മുഴുവൻ ക്ഷേത്രങ്ങളിലും പലയിടത്തും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എന്നോട് ഒരാൾ പറഞ്ഞു, ഈ ക്ഷേത്രത്തിലെ നിലവിളക്കുകൾ മുഴുവൻ ഒത്തിരി വഴിപാടായിട്ട് ഒരുപാട് നിലവിളക്ക് കിട്ടുന്നുണ്ട്. ഈ നിലവിളക്കുകളിലൊക്കെ ലേലം ചെയ്ത് വിൽക്കാനായിട്ട് ദേവസ്വം ബോർഡ് തീരുമാനിച്ചു. നമ്മൾ ആരും വിശ്വസിക്കേണ്ടത് ഇതെല്ലാം കൂടെ വെക്കാൻ സ്ഥലമില്ല. എല്ലാ ഭക്തരും കൊണ്ട് നിലവിളക്ക് കൊടുക്കും. ഈ നിലവിളക്കിൻ്റെ ഒരു കാര്യം പറയാം. നമ്മുടെ ഒരു സുഹൃത്ത് നിലവിളക്ക് വാങ്ങിച്ചു ഒരു ക്ഷേത്രത്തിൻ്റെ അടുത്തുള്ള കടയിൽ നിന്ന്. അപ്പോൾ ഇത് പിടിച്ചെടുത്തിട്ട് 2-3 പീസായിട്ട് അഴിക്കാമല്ലോ. അങ്ങനെ ഇത് ഞെട്ടിക്കുന്ന ഒരാണ് ഞാൻ പറയുന്നത്. ഒരു പീസ് അഴിച്ചെടുത്ത് നോക്കുമ്പോൾ അതിനകത്തൊരു സാധനം സ്റ്റിക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു. അതായത് പശ കൊണ്ട് ഒട്ടിച്ച് ഡബിൾ സൈഡ് സ്റ്റിക്കർ കൊണ്ട് ഒട്ടിച്ച് വെച്ചിരിക്കുക. അത് ഇളക്കി നോക്കിയപ്പോൾ എന്തെന്നറിയോ? ഒരു ചെറിയ എല്ലിൻ്റെ കഷ്ണം. എല്ലിൻ്റെ ഭഗവാന് സമർപ്പിക്കാൻ വേണ്ടി കടയിൽ നിന്ന് വാങ്ങിയ നിലവിളക്കിനകത്ത് എല്ലിൻ്റെ കഷ്ണം ഒട്ടിച്ചു വെച്ചിരിക്കുന്നു. എന്തിനാണെന്നറിയോ? അശുദ്ധി ഉണ്ടാക്കാൻ, മനഃപൂർവ്വം. അങ്ങനെ ഇതുകൊണ്ട് ദേവൻ്റെ മുന്നിൽ വരും, അവിടെ ചൈതന്യ ലോപം ഉണ്ടാവും. അപ്പം വാങ്ങുന്ന കടയും പ്രധാനമാണ്, വാങ്ങുന്ന എണ്ണയും പ്രധാനമാണ്. ആലുവയിൽ, എറണാകുളം ജില്ലയിലെ ആലുവയിൽ നിന്ന് ഹോട്ടലിൽ നിന്ന് ഉപയോഗിച്ച കഴിഞ്ഞതിനുള്ള എണ്ണയില്ലേ, അത് റിഫൈൻ ചെയ്യുന്ന കടകളുണ്ട്. ആ എണ്ണ വാങ്ങി സംസ്കരിച്ച്, അതായത് ചിക്കനും ഒക്കെ വറക്കുന്ന എണ്ണ റിഫൈൻ ചെയ്തിട്ട് നമ്മുടെ നാട്ടിൽ വിളക്കെണ്ണ എന്ന് പറഞ്ഞ് കിട്ടും. വിളക്കെണ്ണ എന്ന് പറഞ്ഞ് കിട്ടുന്ന സാധനം ഇത്തരം റിഫൈൻഡ് ഓയിലാണ്. ഇത് വാങ്ങിച്ചാണ് ഭക്തൻ അമ്പലത്തിൽ കൊടുക്കുക. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ വിശുദ്ധി അശുദ്ധമാക്കാനുള്ള പ്രവണതകൾ നടത്തുന്ന വിൽപ്പനക്കാരുണ്ട്. ക്ഷേത്ര ചൈതന്യം നശിപ്പിക്കുക എന്നുള്ളതാണ്. അതുപോലെ ക്ഷേത്ര ചൈതന്യം നശിപ്പിക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നിലവിളക്കിൻ്റെ കാര്യം, നിലവിളക്കുകൾ വിൽക്കാൻ തീരുമാനിച്ചു. ഇതെല്ലാം കൂടെ സൂക്ഷിക്കാൻ സ്ഥലമില്ലെന്നാണ് പറഞ്ഞത്.
പക്ഷെ വേറെ നിലവിളക്കെന്നേ പറഞ്ഞുള്ളൂ. ഇത്ര കാലം മുതൽ എന്ന് പറഞ്ഞിട്ടില്ല. ക്ഷേത്രത്തിലെ നിലവിളക്കുകൾ വിൽക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ചിലപ്പോൾ ഒരു 1500 വർഷം പഴക്കമുള്ള നിലവിളക്കും ആ കൂട്ടത്തിൽ കയറിപ്പോവും. അതിൻ്റെ വാല്യൂ എന്തായിരിക്കും? ചിന്തിക്കുന്നതിനപ്പുറത്ത്. അങ്ങനെ ഒരു സംഭവം കേരളത്തിൽ നടന്നിട്ടുണ്ട്. ഒരുപക്ഷെ അതിൻ്റെ വിശദാംശങ്ങളും ഇനി പുറത്തു വരാനിരിക്കുക. രണ്ട് വർഷമോ 3 വർഷം മുമ്പാണ് ദേവസ്വം ബോർഡ് ഇതുപോലെ നിലവിളക്കുകൾ വിൽക്കാൻ തീരുമാനിച്ചത്. ക്ഷേത്രത്തിൽ അടിമുടി കൊള്ളയാണ്. ഭക്തന് എന്ത് ചെയ്യണമെന്നറിയാതെ ഭക്തന്മാർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് സർക്കാർ കയറി മേയുന്ന കാലത്തുള്ള ഏറ്റവും വലിയൊരു അനീതി എന്തറിയോ? നമ്മുടെ നിയമം അനുസരിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഭാരവാഹികളെ തിരഞ്ഞെടുക്കാനായിട്ട് എന്ത് ചെയ്യണം? ദേവസ്വം ഹിന്ദു മെമ്പർമാർ വോട്ട് ചെയ്യണം, അല്ലേ? ഹിന്ദു മെമ്പർമാർ ചേർന്നിട്ട് തിരഞ്ഞെടുക്കുന്നത്. ശരി, ഹിന്ദു മെമ്പർമാർ. പക്ഷെ കേരളത്തിൽ ഇപ്പോൾ ഭരിക്കുന്ന ആരാ? ഇടതുപക്ഷം. CPM-നാണല്ലോ ഏറ്റവും കൂടുതൽ MLA-മാരുള്ളത്. ഇവരെല്ലാം ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യാത്ത, ദൈവവിശ്വാസം ഇല്ലാത്തവരാ. ഇവർക്ക് മതവും ഇല്ല, ജാതിയില്ല, ഞങ്ങൾ സഖാക്കളാണെന്നാണ് പറയുന്നത്. അപ്പോൾ അവരെങ്ങനെയാണ് ഹിന്ദുക്കളാവുന്നത്? അവർ ദേവസ്വത്തിൻ്റെ കാര്യം വരുമ്പോൾ ഉടനെ ഹിന്ദുവാകും. അല്ലാത്തപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്തപ്പം ഈശ്വരനാമത്തിൽ ചെയ്തില്ല, കാരണം ഈശ്വര വിശ്വാസമില്ല, ദൃഢപ്രതിജ്ഞയാണ് ചെയ്യുന്നത്. ഇത് തന്നെ തട്ടിപ്പല്ലേ. ഇനി ഒരു കാര്യം കൂടെ പറയാനുണ്ട്. നാളെ നമ്മൾ സംസാരിക്കും. ഇപ്പോൾ നമ്മൾ മെക്കിട്ട് കയറുന്നത് അർഹതയുള്ളവർ തന്നെയാണ്. ഇടതുപക്ഷത്തിൻ്റെ തലയിലാണ്. ഇടതുപക്ഷം തീവട്ടിക്കൊള്ള നടന്നു. UDF കേരളത്തിലെ ക്ഷേത്രങ്ങൾ കൊള്ളയടിച്ചിട്ടില്ലേ? കേരളത്തിൽ ശബരിമല ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളെ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി കൊള്ളയടിച്ചതിൻ്റെ കണക്കുകൾ നമ്മൾ നാളെ പറയും. അങ്ങനെ ഇടതുപക്ഷം മാത്രമൊന്നുമില്ല, 2 പക്ഷവും കേരള ഭഗവാന്റെ സ്വത്തുക്കളെ കൊള്ളയടിച്ച് തടിച്ച് ചീർത്ത, ക്ഷേത്ര സ്വത്തുക്കളുടെ ചോര വലിച്ചു കുടിക്കുന്ന രക്തരക്ഷസുകളാണ് കേരളത്തിലെ 2 മുന്നണികൾ. അങ്ങനെ ഇടതുപക്ഷത്തിനെ കുറ്റം പറഞ്ഞ് അങ്ങനെ UDF മിടുക്കന്മാരാവണ്ട. നിങ്ങൾ മോശമല്ല. എണ്ണി നമ്മൾ നാളെ പറയും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.